നമുക്കൊരു വ്യത്യസ്തമായ ഒരു ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായത് ഇത് ഞാനൊരു 3 മുട്ട നന്നായിട്ട് ഉടച്ചൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി, പച്ചമുളക്, ചെറിയൊരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്, തക്കാളി, സവാള ചെറുതായി കൊത്തിയരിഞ്ഞ്, ചെറിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തതാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരല്പം ചൂടായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. മുട്ടയൊന്ന് ചെറുതായിട്ട് തുറന്ന് നോക്കി. മുട്ടയൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയൊരു സ്പ്രിംഗ് ഓനിയൻ്റെ കുറച്ച് ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കമാണ്. മല്ലിയില. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. നമുക്ക് ഒരു വശം വന്നിട്ട് മറ്റേ വശം മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടെ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. 2 പ്രാവശ്യവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ വ്യത്യസ്തമായൊരു ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.